24 ബ്രേക്കിംഗ് തുടരുന്നു. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ചകൾ അല്പസമയത്തിനകം ഉച്ചയ്ക്ക് 12:30 കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തും. തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസുമായ വ്യക്തി ചർച്ചയിൽ പങ്കെടുക്കും. ഇന്നത്തെ ചർച്ചയിൽ ദയാധനം സ്വീകരിക്കുന്നതിൽ തീരുമാനമുണ്ടായേക്കും. കേസിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഗുണം ചെയ്യുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, നാളെയാണ് വധശിക്ഷ നടപ്പാക്കേണ്ടത്. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകളാണ് നടക്കുന്നത്. അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ കുറച്ച് അനുകൂലമായ രീതിയിൽ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും അതൊരു ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇവരിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. കുടുംബത്തിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇന്നിപ്പോൾ ചർച്ചകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്? വിശദാംശങ്ങൾ. വളരെ സുപ്രധാനമായ ഒരു ചർച്ചയാണ് 12:30 ആരംഭിക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് യമനിലെ പ്രമുഖ മതപണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി സംസാരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇന്നലെ 3 ഘട്ടങ്ങളിൽ ചർച്ച നടന്നു. അതെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായത്, ഈ കുടുംബത്തിലെ വലിയൊരു ശതമാനം പേർക്കും ഈ പെൺകുട്ടിക്ക് മാപ്പ് നൽകുന്നതിൽ കുഴപ്പമില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ഇപ്പോഴും എതിർക്കുന്നുമുണ്ട്. അവരെ കൂടി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ കൂടി ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ ഒരു വിജയമായി മാറും. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് തന്നെയാണ്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യമൻ ഭരണകൂടത്തിന്റെ ഒരു അറിയിപ്പുള്ളത്. നാളെ തൂക്കിലേക്കും നാളെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ളതാണ്. അത് നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. അത് അത്തരം കാര്യങ്ങൾ, അതായത് കുടുംബവുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഭരണ തലവന്മാരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. അത്തരത്തിൽ വളരെ നല്ല രീതിയിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഈ ഒരു വേളയിൽ നാളെ നിശ്ചയിച്ചിട്ടുള്ള വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ദയാധനം സ്വീകരിച്ചുകൊണ്ടോ അല്ലാതെയോ മാപ്പ് നൽകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 12 മണിയോടുകൂടിയാണ് ഇന്നത്തെ ചർച്ച ആരംഭിക്കുക. ഇന്നലെ 3 ഘട്ടങ്ങളായി നടന്ന ചർച്ച വലിയ വിജയമായിരുന്നു. അതിന്റെ തുടർ ചർച്ചകളാണ് ഇന്നുണ്ടാവുക. വളരെ ശുഭകരമായ ഒരു വാർത്ത യമനിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. അതെ, ശുഭകരമായ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ചകൾ അല്പസമയത്തിനകം ആരംഭിക്കും.